കെഎസ്ആർടിസിയിലെ ബ്രത്ത് അനലൈസർ വിവാദത്തിൽ പ്രതിഷേധവുമായി തിരുവനന്തപുരം പാലോട് കെഎസ്ആർടിസി ഡിപ്പോയിലെ ഡ്രൈവർ ജയപ്രകാശ് ജീവിതത്തിൽ ഇതുവരെ മദ്യപിച്ചിട്ടില്ലെന്നാണ് ജയപ്രകാശ് പറയുന്നത്. തകരാറുള്ള മെഷീനാണ് ഉപയോഗിച്ചതെന്നും ജയപ്രകാശ് ആരോപിച്ചു. കുടുംബത്തിനൊപ്പം കെഎസ്ആർടിസി സ്റ്റാൻഡിൽ ജയപ്രകാശ് ഉപവാസ സമരം തുടങ്ങി. കാർഡ് വാങ്ങിയതിനു ശേഷം ബർത്ത് അലൈനൻസ് വെച്ച് ഊതിയപ്പോൾ എനിക്ക് 16 കാണിക്കുന്നു. ഞാൻ ഇന്നുവരെ ജീവിതത്തിൽ മദ്യപിക്കുന്ന ആളല്ല. ഞാൻ ഇന്നുവരെ മദ്യപിച്ചിട്ടില്ല. മദ്യപിക്കാത്ത എന്നെ പീഡിപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഈ ഇവിടെ മിഷൻ കംപ്ലൈൻ്റ് ആണിത്. ഈ കംപ്ലൈൻ്റ് ആണെന്ന് പറഞ്ഞിട്ട് പോലും ഇവർ അത് മാറ്റുകയോ ഇവിടുന്ന് DTOയ്ക്ക് പരാതി കൊടുത്ത് ഈ മിഷൻ കംപ്ലൈൻ്റ് ആണെന്ന് എന്നിട്ട് പോലും അത് കംപ്ലൈൻറ്റ് മാറ്റുന്നില്ല. അവർ മദ്യപിക്കാത്ത ഞാൻ എവിടെയാണ് ഇതിൻ്റെ നീതിക്ക് വേണ്ടി പോകേണ്ടത് എന്നെനിക്കറിയില്ല. ഇവരെന്നെ ഞാൻ മരിക്കുന്നതുവരെ ഇവിടെ ഞാൻ നിരാഹാരം കിടക്കും. ഞാൻ ഇന്ന് വീട്ടിൽ പോകുന്നില്ല. എൻ്റെ പിള്ളേരെയും കൂടെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ നിരാഹാരം കിടന്ന് മരിക്കും. ഞാൻ ഇവിടെ മരിക്കില്ല ഇവിടെ കിടന്ന്. ശ്രീകാന്താണ് വിവരങ്ങൾ നൽകാനുള്ളത്. ശ്രീകാന്ത്, ഇത് വളരെ വൈകാരികമായിട്ടാണല്ലോ അദ്ദേഹത്തിന്റെ പ്രതികരണം. എന്താണ് ജയപ്രകാശ് പറയുന്നത്? പാലോട് ഡിപ്പോയിലാണ്, KSRTC ഡിപ്പോയിലാണ് ഈ വിഷയം ഉണ്ടായത്. അദ്ദേഹത്തിന് ഇന്ന് രാവിലെ പാലോട് പച്ചമല സ്വദേശി ജയപ്രകാശാണ് വണ്ടി എടുക്കാനായി എത്തിയത്, KSRTC ബസ് എടുക്കാനായി എത്തിയത്. ഇന്ന് രാവിലെ പാലോട് പേരയം റൂട്ടിൽ ബസ് ഓടിക്കാൻ വേണ്ടി എത്തിയ അദ്ദേഹം ബ്രത്ത് അനലൈസർ ഉപയോഗിച്ച് ഊതിയപ്പോൾ സിഗ്നൽ 16 എന്ന് കാണിച്ചു. അതായത് മദ്യപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കാണിച്ചത്. ജീവിതത്തിൽ താൻ ഇന്നേ വരെ മദ്യപിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. കഴിഞ്ഞ 2 ആഴ്ച കൊണ്ട് ഈ മെഷീൻ തകരാറാണ് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. ഇപ്പോൾ അദ്ദേഹം ചെയ്യുന്നത് പാലോട് പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ 2 മക്കൾക്കും ഭാര്യയ്ക്കുമൊപ്പം KSRTC അത് ഡിപ്പോയിലെത്തി പായ വിരിച്ച് അവിടെ പ്രതിഷേധം നടത്തുകയാണ്. മുൻപും സമാനമായ ഒരു സംഭവം KSRTCയിൽ ഉണ്ടാവുകയും പിന്നീട് അത് മെഷീന്റെ തകരാറാണെന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു. അതേ ആരോപണമാണ് ഉയർന്നിട്ടുള്ളത്. താൻ ജീവിതത്തിൽ ഇന്നേ വരെ മദ്യപിച്ചിട്ടില്ല എന്നാണ് ഇദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നതും. വല്ലാത്തൊരു സാഹചര്യമാണ്, വേഗം പരിഹരിക്കപ്പെടും എന്നാണ് കരുതുന്നത്. ശരി, ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത്.